കൊച്ചി ചെല്ലാനത്ത് കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ അപകടം ഉണ്ടായതിൽ യുവാക്കളുടെ വാദം തെറ്റാണെന്ന് പോലീസ്. ബൈക്കോടിച്ച അനിലിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചിട്ടില്ല. അമിത വേഗതയിൽ എത്തിയ ബൈക്ക് പോലീസ് ഓഫീസർ ബിജുവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു. വാഹന പരിശോധനയ്ക്കിടെ പരിക്കേറ്റ യുവാവിനെ പോലീസ് വഴിയിൽ ഉപേക്ഷിച്ചു എന്നായിരുന്നു പരാതി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, സാധാരണ പിടിച്ചു നിൽക്കാൻ വേണ്ടി പോലീസ് ചില കാര്യങ്ങളൊക്കെ തട്ടിവിടാറുണ്ട്, പുറത്ത് പറയാറുണ്ട്. പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഭാഗത്താണ് ശരി എന്നാണ് തോന്നുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് വിശദീകരിച്ചത്? CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ടോ? പോലീസ് പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് വ്യക്തമാവുന്ന തരത്തിൽ തന്നെയാണ് CCTV ദൃശ്യങ്ങളും ആ വാദങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം പോലീസ് പറയുന്നത് അമിത വേഗത്തിലായിരുന്നു ഈ യുവാക്കൾ എത്തിയതെന്നാണ്. അത് യുവാക്കൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അമിത വേഗത്തിലെത്തി, സംശയം തോന്നി വാഹനത്തിന് കൈ കാണിച്ചു, നിർത്താതെ പോവുകയായിരുന്നു. ഇതിനിടയിലാണ് അപകടമുണ്ടായത്. മാത്രമല്ല, അവിടെ പരിശോധനയ്ക്ക് നിന്ന പോലീസ് ഡ്രൈവറെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു വാഹനമെന്ന് പറയുന്നുണ്ട്. യുവാക്കൾ തന്നെ അമിത വേഗത്തിലാണ് തങ്ങൾ എത്തിയെന്നത് എന്ന കാര്യം പറയുന്നതെന്നു മാത്രമല്ല, പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഡോക്ടർ മദ്യപിച്ച ഉള്ള കാര്യം ഡോക്ടർ സ്ഥിരീകരിക്കുന്നു എന്ന കാര്യവും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് കണ്ണമാലി പോലീസും ഒപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. കാരണം യുവാക്കളുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഈ വാഹനം മനഃപൂർവ്വം ആരെയും ഇടിച്ചിട്ടില്ല. പോലീസ് നടുക്ക് കയറി നിന്ന് വാഹനത്തിന് കൈ കാണിക്കാൻ ശ്രമിക്കുകയും വാഹനത്തിന്റെ ഹാൻഡിലിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. മാത്രമല്ല, ഇതിൽ പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പകരം പോലീസുകാരന് പരിക്കേറ്റപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. തങ്ങൾ ബൈക്കിലിരുന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടാൻ പോയതെന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ കമ്മീഷണർ അതിനെതിരായി പറഞ്ഞിരിക്കുന്നത് അത്തരം വാദങ്ങൾ തെറ്റാണ്. പകരം പോലീസ് ജീപ്പിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ, യുവാക്കളെയും ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. വാഹനത്തിൽ കയറാൻ പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ല. പകരം അവർ വാഹനം ഓടിച്ച് പോവുകയായിരുന്നു എന്ന കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും അവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. എന്നാൽ പോലീസ് വ്യക്തമാക്കുന്നത് മദ്യപിച്ച് അമിത വേഗതയിൽ വന്ന ആളുകളെയാണ് പിടികൂടിയത് എന്ന രീതിയിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ യുവാക്കളുടെ കാര്യങ്ങൾ പരാതി പൂർണ്ണമായും തള്ളില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലദത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞ അവരുടെ പരാതിയിലെ കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ സഹായത്തിന് എത്തിയിരിക്കുകയാണ്. കൊച്ചി ചെല്ലാനത്ത് കഴിഞ്ഞ ദിവസം വാഹന പരിശോധനയ്ക്കിടെ അപകടമുണ്ടായതിൽ യുവാക്കളുടെ വാദം തെറ്റാണെന്ന് പോലീസ്. ബൈക്ക് ഓടിച്ച അനിലിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചിട്ടില്ല. അമിത വേഗതയിൽ എത്തിയ ബൈക്ക് പോലീസ് ഓഫീസർ ബിജുവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. വാഹന പരിശോധനയ്ക്കിടെ പരിക്കേറ്റ യുവാവിനെ പോലീസ് വഴിയിൽ ഉപേക്ഷിച്ചെന്നായിരുന്നു പരാതി. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.